Good afternoon, viewers. ഇനിയുള്ള 48 hours വെരി ക്രൂസിയൽ ഫോർ ദ വേൾഡ്. സൺഡേ ഈവനിങ്ങിൽ ഇവരെ ഡിസിഷൻസ് എന്താണെന്ന് അറിയും മിക്കവാറും. സോ ഞാൻ കാണുന്നത് രണ്ട് കൺട്രികളെ ഞാൻ കമ്പയർ ചെയ്യണം. ഒന്ന് യുക്രൈനും രണ്ട് ഇറാനും. ഞാൻ ഈ രണ്ട് കൺട്രികളിലെ നടന്ന യുദ്ധങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ വളരെ സിമിലാരിറ്റി കാണുന്നുണ്ട്. ഒന്ന് ഈ ഇറാനും യുക്രൈനും നോക്കുക. യുക്രൈനിലെ വാറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് രണ്ടും സ്റ്റാർട്ട് ചെയ്ത് യുക്രൈനായാലും ഇറാനായാലും വാർ സ്റ്റാർട്ട് ചെയ്ത് രണ്ടും വേൾഡിലെ ബിഗ് ലാർജർ പവേഴ്സായിരുന്നു. യുക്രൈനെതിരെ വാർ തുടങ്ങിയത് റഷ്യ ആയിരുന്നു. അതുപോലെ ഇറാനെതിരെ വാർ തുടങ്ങിയതും US ആയിരുന്നു. ഈ ഒരു സിമിലാരിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ യുക്രൈൻ പറയുന്നത് വെച്ചാൽ അവരൊരു ഇംപെർഫെക്റ്റ് ഡെമോക്രസിയാണ് ആൻഡ് ദേ ഹാവ് എ ഗ്രേറ്റർ ആസ്പിറേഷൻ ടു ഇൻ്റഗ്രേറ്റ് വിത്ത് യൂറോപ്യൻ യൂണിയൻ. അവരൊരു ആഗ്രഹമായിരുന്നു. അതുപോലെ അവർ പറയുന്നത് ഞങ്ങൾ ആരെയും നെയ്ബേഴ്സിന് ഒരു ത്രെട്ടായിരുന്നില്ല. പക്ഷേ ഇറാനെ നോക്കിക്കോ നിങ്ങൾ. ഇറാന് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുക മൗദൂദിമാരാണ്. അവർ ഒരു മേർഡേഴ്സ് റെജീമായിരുന്നു. അവരെ ആൾക്കാരെ തന്നെ അവർ മർഡർ ചെയ്തു. അവരെ സിറ്റിസൺസിനെ തന്നെ മർഡർ ചെയ്തിട്ട് അവർ എൻറ്റയർ കൺട്രീനെ ഒരു ഹോസ്റ്റേജിലാണ് കൊണ്ടുവന്നത്. ആൻഡ് ഒപ്രസ് ദി എൻറ്റയർ പോപ്പുലേഷൻ ആൻഡ് ഫോസ്റ്റേഡ് ടെററിസം ആൻഡ് ഡീസ്റ്റബിലൈസ് ദ മിഡിൽ ഈസ്റ്റ് ഫോർ ഡെക്കേഡ്സ്. നിങ്ങൾക്കറിയാലോ ഈ ഹൂത്തിയും മേസബുള്ളയും ഹമാസും ഇതിനൊക്കെ ഓയിൽ മണി ഫണ്ട് ചെയ്തത് ഈ ഇറാൻ തന്നെയായിരുന്നു. അവർക്ക് കൂടുതൽ വെപ്പൺസും അവരെ ഫണ്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇറാൻ്റെ ഗവൺമെൻറ് ചെയ്തെന്ന് വെച്ചാൽ ഇറാൻ ഗവൺമെൻറ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് റഷ്യക്ക് ചീപ്പായിട്ട് ഡ്രോൺ മാനുഫാക്ചർ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഇവർ ഡ്രോൺ ടെക്നോളജി റഷ്യക്ക് കൊടുക്കായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ അവരെ കുറച്ച് ദിവസം മുമ്പ് സെലൻസ്കി യുക്രൈൻ്റെ പ്രസിഡന്റ് അവർ UAE-ലും സൗദിയിലും വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഇറാൻ്റെ ഡ്രോൺസിന് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഈ യുക്രൈന് സാധിക്കും. യുക്രൈൻ്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. കാരണം യുക്രൈനാണ് ഇറാനാണ് ഈ റഷ്യക്ക് ഈ ഡ്രോൺസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു സെലൻസ്കി വന്നിട്ട് ഇവരെ വിസിറ്റ് ചെയ്യാനും ഇവർക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാൻ നോക്കിയത്. പിന്നെ ഇറാൻ ചെയ്തുകൊണ്ടിരുന്ന ലോകത്തിൽ അവർ ഓയിൽ സാങ്ഷൻ ഉണ്ടായ സമയത്ത് ഒരു രാജ്യം ഓയിൽ വാങ്ങിക്കാത്ത സമയത്ത് ഇറാൻ സോൾഡ് ദർ ഓയിൽ വെരി ചീപ്പ് പ്രൈസ് ടു ചൈന ആൻഡ് ദേ മേഡ് എ ലോട്ട് ഓഫ് മണി ആൻഡ് ദേ യൂസ് ദാറ്റ് മണി ഫോർ ടെററിസം. And Ukraine എന്താ ചെയ്യുന്നത് Ukraine received Ukraine also they got all the intelligence support from United States and Europe. അവർക്ക് വെപ്പൺസ് കിട്ടിക്കൊണ്ടിരുന്നു. അത് രണ്ട് കൺട്രി കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അവർ രണ്ട് ലീഡേഴ്സും നോക്കുക വെച്ചാൽ ഈ വാർ സ്റ്റാർട്ട് ചെയ്ത ലീഡേഴ്സ് ട്രംപ് ആൻഡ് വ്ളാഡിമിർ പുടിനും രണ്ടുപേരും ഇവരെ വാർ മിസ്കാൽക്കുലേറ്റ് ചെയ്തു. പുടിൻ വിചാരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇറ്റ് ഈസ് എ കേക്ക് വാക്ക് ടു യുക്രൈൻ. 2-3 ദിവസം കൊണ്ട് വാർ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഈവൻ അയാൾ അവിടെ സിവിലിയൻസോട് പറഞ്ഞത് മിലിറ്ററി യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് വെച്ചോളൂ, വി ക്യാൻ ഹാവ് പരേഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ അവർ ചെയ്യുന്ന വെച്ചാൽ അവരെ മുഖം രക്ഷിക്കാൻ അവരെ കുഴിച്ച കുഴി തന്നെ അവർ ചാടുകയായിരുന്നു. സോ അതാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനെ വെച്ച് മീഡിയേറ്റർ വെച്ച് നെഗോഷിയേഷനൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ട്രംപിന് 15 point അമേരിക്കൻ പീസ് പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ ക്രെംലിന് 28 point യുക്രൈൻ പീസ് പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഇത് രണ്ടുപേർക്കും സിമിലാരിറ്റി ഞാൻ കാണുന്നത്. ആൻഡ് രണ്ടുപേരും ഇപ്പോൾ നോക്കുന്നത് വെച്ചാൽ വാട്ട് ദേ ലുക്കിംഗ് ആസ് എ ഡിഗ്നിഫൈഡ് എക്സിറ്റ് ഫ്രം ദിസ് വാർ. And Iran, I don't think the Iran will never renounce its uranium enrichment and plan. അവരെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ്, ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ് ഒന്നും അവർ റിനൗൺസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇറാൻ ഇൻ എ വെരി സ്ട്രോങ് പൊസിഷൻ ടു നെഗോഷിയേറ്റ് വിത്ത് US ആൻഡ് ദേ വാണ്ട് ടു റിയലി എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ് ഫ്രം ട്രംപ് by deciding who will control the Strait of Hormuz. Strait of Hormuz ഏത് പ്ലെയിൻ ഇത് കപ്പൽ പോകണമെന്നോ ഏത് പ്രൈസിന് കപ്പൽ പോകണമെന്നോ തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുന്ന ഇപ്പോൾ അവർ പറയുന്നത്. അതുപോലെ യുക്രൈൻ നോക്കുക. യുക്രൈനും അതന്നെ പറയുന്നത് ഞങ്ങൾ ഡോൺബാസ് ഏരിയ റഷ്യക്ക് വിട്ടു കൊടുക്കുന്നത് ഞങ്ങളെ ഏരിയയാണ്, ഞങ്ങൾ ഇവിടെ കൺട്രോൾ ചെയ്യും, ഇവിടെ എന്ത് തീരുമാനിക്കണം ഞങ്ങൾ തീരുമാനിക്കും. പുടിൻ പറയുന്നത് ഞങ്ങൾ അലൗ ചെയ്യില്ല, ഇറ്റ്സ് എ ടെറിട്ടോറിയൽ അഗ്രഷൻ പുടിൻ അവർ രണ്ടുപേരും പറയുന്നു. സോ ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ ഇന്ത്യ ഓൾസോ. നാളെ ഇപ്പം കാശ്മീരിൽ ഇതേ സംഗതി സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോഴത്തെ വാറിൻ്റെ കോസ്റ്റിനെ നോക്കുക വെച്ചാൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാറിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 4 times ഹയർ ദാൻ ദി US ലോസ്റ്റ് ഇൻ വിയറ്റ്നാമിൽ സംഭവിച്ചു. അതുപോലെ പുടിൻ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവരെ ഒരു റെജിം ചേഞ്ച് കൊണ്ടുവന്നു. റെജിം ചേഞ്ച് കൊണ്ടുവന്നിട്ട്
ഇറ്റ് ഈസ് അവർ വിചാരിച്ചു നമുക്ക് ഈസി ആയിട്ടൊരു പപ്പറ്റ് ഗവൺമെൻറ്റിനെ വെനിസുലയിൽ ചെയ്ത പോലെ ഇവിടെ ഇറാനിലും കൊണ്ടുവരാൻ പറ്റുന്നു. പക്ഷേ അത് നടന്നില്ല. അതുപോലെ തന്നെ റഷ്യയിൽ പുടിനും വിചാരിച്ചത് യുക്രൈനിൽ ഇവരെ ഗവൺമെൻറ് റിമൂവ് നമുക്ക് അവിടെ ഒരു പപ്പറ്റ് ഗവൺമെൻറ് കൊണ്ടുവരാൻ പറ്റും പുടിനും വിചാരിച്ചു. ബട്ട് ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ യുനോ. സോ അതാണ് രണ്ട് കൺട്രീസും തമ്മിലുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ റിട്ടറിക്ക്, കാരണം അയാൾ പറയുന്നത് ഐ വിൽ ഒബ്ലിറ്ററേറ്റ് ഓൾ ദി സിവിലിയൻ ഇൻസ്റ്റലേഷൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഐ വിൽ ഈവൺ ഡിസ്ട്രോയ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ദ വേൾഡ് എന്നെല്ലാം പറയുമ്പോൾ എല്ലാ രാജ്യത്തിലെ ജനങ്ങളും അവർ ഈ കമാനിക്ക് എഗെയിൻസ്റ്റ് ആയ ആൾക്കാർ പോലും ദ യുണൈറ്റ് ആൻഡ് ഗിവ് എ ബിഗ് പഞ്ച് ടു ട്രംപ് ഫേസ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഇറാൻ ഈസ് സപ്ലൈയിങ് ഡ്രോൺസ് ആൻഡ് ടെക്നോളജി ടു റഷ്യ. ആൻഡ് ഇത് യുക്രൈൻ എന്ന് വെച്ചാൽ യുക്രൈൻ്റെ ഏരിയൽ മാരിടൈം ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് റഷ്യൻ്റെ ഷിപ്സിന് ബ്ലാക്ക് സീലുള്ള ഡിസ്ട്രോയ് ദി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ. റഷ്യൻ്റെ എല്ലാ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ തകർത്തിട്ട് അവരെ എക്കണോമിക്കലി തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് യൂറോപ്പിനും അമേരിക്കക്കും യുക്രൈനുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഇറാനുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ ദേ വാണ്ട് ടു ഡിസ്ട്രോയ് ദ ഓയിൽ ഇൻസ്റ്റലേഷൻസ് ആൻഡ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ. ഈ GCC കൺട്രീസിൽ തകർത്ത് കഴിഞ്ഞാൽ റഷ്യക്ക് ഓയിലിനെ കംപ്ലീറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? വേൾഡിന് ഇറാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ദേ ഹാവ് എ അഡ്വാൻറ്റേജ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസും ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കംപ്ലീറ്റ് പൈസ അവർക്ക് കിട്ടും. സോ സൗദി അറേബ്യ ആയാലും ശരി, UAE, ബഹ്റൈനും ഖത്തറും ഇതൊക്കെ ഓയിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. സോ അതായിരുന്നു അവരുടെ ഉദ്ദേശം കൊണ്ടിരുന്നത്. സോ ദീസ് ആർ ദ ബിഗ് സിമിലാരിറ്റീസ് ഞാൻ കാണുന്നത്. ആൻഡ് ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് പുതിയ ഡ്രോൺസ്, പുതിയ ടെക്നോളജി ഉണ്ട്. US സംബന്ധിച്ചോളം ദേ ഹാവ് ഓൾഡ് സ്കൂൾ ഇൻ്റർസെപ്റ്റേഴ്സ്, അത് അത്ര അധികം വർക്ക് ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം നോക്കുക വെച്ചാൽ അവർ ബ്രിഡ്ജ് ഡിസ്ട്രോയ് ചെയ്ത് ഈ റഷ്യ വിചാരിച്ച അവരെ ആർമീനിയൻ ടാങ്ക്സിനെയും ഈസി ആയിട്ട് യുക്രൈനിൽ കൊണ്ടുവച്ചു. അവർ ദേ കംപ്ലീറ്റ്ലി ഒബ്ലിറ്ററേറ്റ് ദ ബ്രിഡ്ജ് ഓൾസോ. ദേ കനോട്ട് കം. സോ ബോത്ത് US പ്രസിഡന്റ്, ഈ US പ്രസിഡന്റ് വലിയൊരു കാര്യം ഞാൻ കണ്ടത്, ഹി ക്യാൻ ഡിസ്റിഗാർഡ് ദ എക്സ്പെർട്ട് അഡ്വൈസ് ഫ്രം ഹിസ് ഓൺ മിലിറ്ററി ആൻഡ് ലോഞ്ച് എ മേജർ വാർ വിതൗട്ട് കൺസൾട്ടിങ് ദ കോൺഗ്രസ് ഓർ അമേരിക്കൻ പീപ്പിൾ. അതാണ് അമേരിക്കൻ പ്രസിഡന്റിനുള്ള വലിയൊരു പവർ. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന രണ്ട് സിമിലാരിറ്റീസ് ആണ് യുക്രൈനും ഇറാനും തമ്മിലുള്ള സിമിലാരിറ്റീസ്. സോ ദിസ് ഈസ് വാട്ട് ഐ തിങ്ക്. സോ എനിവേ നമുക്കിപ്പം നാളെ ഇപ്പം വൈകുന്നേരത്തോടു കൂടി we'll know where the world is going to next week. ഇതൊരു കോംപ്രമൈസ് ആയിട്ടില്ലെങ്കിൽ it will be very difficult for the entire world. Thank you very much for viewing my channel. Please do subscribe and support my channel. Have a nice day.